ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. നമ്മൾ ഇന്നൊരു SCRT ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്നതാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഓരോ ടോപ്പിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് അടുത്തയിലേക്ക് പോവുക. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ്സും പോലെ തന്നെ ഈ ചാപ്റ്ററും നമുക്ക് രണ്ട് മൂന്ന് ക്ലാസ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതിൽ പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ് നമ്മൾ പറയുന്നത് നാരുവിളകളെ കുറിച്ചിട്ടാണ്. നമുക്കറിയാലേ, നാരുവിളകളിൽ പെടുന്ന പരുത്തി, ചണം എന്നിവയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. അത് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നെ നോക്കിയിട്ട് പോവാം. വേട്ടയാടി ജീവിച്ചിരുന്ന കാലത്ത് സ്വന്തം ചുറ്റുപാടുകളിൽ നിന്ന് ലഭിച്ചിരുന്ന വസ്തുക്കളായിരുന്നു മനുഷ്യർ വസ്ത്രമായി ഉപയോഗിച്ചിരുന്നത്. പുല്ല്, ഇലകൾ, മരത്തോൽ, മൃഗങ്ങളുടെ തോൽ എന്നിവ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ ഉണ്ടാക്കി. മൃഗങ്ങളുടെ കൊമ്പ്, എല്ല് എന്നിവ സൂചികളാക്കി വസ്ത്രനിർമ്മാണത്തിനുള്ള ഉപകരണങ്ങളാക്കി. മിനുസപ്പെടുത്തിയ കല്ലുകളെ ആയുധങ്ങളായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ വസ്ത്രങ്ങൾ തുന്നുന്നതിന് കൽ സൂചി സഹായിച്ചു. മൃഗങ്ങളുടെ തോൽ, രോമം എന്നിവ വൃത്തിയാക്കിയും മയപ്പെടുത്തിയും അവർ വസ്ത്രമാക്കിയിരുന്നു. സിന്ധു നദീതടത്തിലെ വസ്ത്രം. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നിലനിന്നിരുന്ന പ്രാചീന നദീതട സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം. സിന്ധു ജനത പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും നിർമ്മിച്ചിരുന്നതായി ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അനുമാനിക്കാവുന്നതാണ്. അവിടെ നിന്ന് ലഭിച്ച കുപ്പായമണിഞ്ഞ പ്രതിമകൾ അവിടുത്തെ ജനങ്ങളുടെ വസ്ത്രധാരണ രീതിയെ പ്രതിഫലിപ്പിക്കുന്നു. പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായി കരുതപ്പെടുന്നു. അപ്പോൾ സിന്ധു ജനത എന്ത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്? അവർ വസ്ത്രങ്ങൾ നിർമ്മിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു എന്നാണ്. ഓക്കെ, എന്താണ് നെയ്ത്ത് എന്ന് പറയുന്നത്? നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുകൾ ഉപയോഗിച്ച് തുണിയാക്കുന്ന വിദ്യയാണ് നെയ്ത്ത്. നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കി ഇത്തരത്തിലുള്ള നൂലുകളിനെ എന്ത് ചെയ്യുകയാണ്? അവ ഉപയോഗിച്ച് തുണിയുണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് എന്ന് പറയുന്നത്. കാലക്രമേണ തുണി നെയ്തെടുക്കുന്ന വിദ്യ കൂടുതൽ വികാസം പ്രാപിച്ചു. ആദ്യകാലത്ത് തുണിയിൽ നിന്നും ചണത്തിൽ നിന്നും നിർമ്മിച്ച നൂൽ ഉപയോഗിച്ച് കൈകൊണ്ട് മാത്രമാണ് തുണി നിർമ്മിച്ചിരുന്നത്. മൃഗങ്ങളുടെ തോലിനേക്കാൾ മെച്ചപ്പെട്ടതാണ് നൂലുകൊണ്ട് നെയ്തെടുത്ത തുണികൾ എന്ന തിരിച്ചറിവ് നെയ്ത്ത് വസ്ത്രങ്ങളുടെ വ്യാപനത്തിന് ഇടയാക്കി. മരം കൊണ്ട് നിർമ്മിച്ച തറികൾ ഉപയോഗിച്ച് തുണി നിർമ്മിക്കുന്ന രീതി പിന്നീട് വികാസം പ്രാപിച്ചു. മനുഷ്യരുടെ വസ്ത്രാവശ്യം വർദ്ധിച്ചത് നെയ്ത്തുപകരണങ്ങളുടെ കണ്ടുപിടുത്തത്തിന് വഴിതെളിയിച്ചു. ഇത് നെയ്ത്ത് വേഗത്തിലാക്കാൻ സഹായിച്ചു. നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ എന്ന് പറയുന്നത്. കൈത്തറി തുണി പറഞ്ഞാൽ എന്താണ്? നൂലുപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളാണ് കൈത്തറി തുണികൾ. കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി. നീലം ചെടിയിൽ നിന്ന് ഉണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾ നിറം നൽകി. കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി. അപ്പോൾ നമുക്ക് അവിടെ 3 വിളകൾ തന്നിട്ടുണ്ട്. ആദ്യമായി തന്നത് പരുത്തിയാണ്. അപ്പോൾ നമ്മൾ പരുത്തിനെ കുറിച്ച് നോക്കാം. നാം പറഞ്ഞു ഇന്ന് ഈ 3 വിളകളെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായി പറയാൻ പോകുന്നത് എന്ന്. ഓക്കെ, പരുത്തി. ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി. പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി നിർമ്മിച്ചിരുന്നു. അപ്പോൾ പരുത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് പരുത്തി എന്ന് പറയുന്നത് അല്ലേ. ഈ പരുത്തി ചെടിയുടെ യഥാർത്ഥ ഭവനം ഏതാണെന്ന് ചോദിച്ചാൽ, പരുത്തി ചെടി എവിടെ നിന്നുള്ളതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ളതാണ്. അപ്പോൾ പരുത്തി ചെടിയുടെ യഥാർത്ഥ ഭവനം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇന്ത്യ തന്നെയാണ്. ഇനി നമ്മൾ പരുത്തി എന്ന് പറയുന്നത് നമ്മൾ ഖാരിഫ്, റാബി, സെയ്ദ് വിളകൾ പറയില്ലേ, അതിൽ ഏത് വിഭാഗത്തിലാണ് പരുത്തി ചെടി പെടുന്നത് എന്ന് ചോദിച്ചാൽ ഖാരിഫ് വിളയിലാണ് പരുത്തി പെടുന്നത്. അപ്പോൾ പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. ഇനി ഈ പരുത്തി കൃഷിക്ക് വേണ്ട അനുയോജ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനില അതിനാവശ്യമാണ്. 20 to 30 ഡിഗ്രി സെൽഷ്യസ് താപനില വേണം. അതുപോലെ മഞ്ഞു വീഴ്ചയില്ലാത്ത വളർച്ചാ കാലവും അതിന് അത്യാവശ്യമാണ്. മഞ്ഞു വീഴ്ചയില്ലാത്ത വളർച്ചാ കാലം വേണം. അതുപോലെ 20-30 ഡിഗ്രി സെൽഷ്യസ് താപനില വളർച്ചാ കാലമാണ് പറയുന്നത്. ഓക്കെ, 20-30 ഡിഗ്രി സെൽഷ്യസ് താപനില വേണം. അതുപോലെ ചെറിയ വാർഷിക വർഷപാതവും ആവശ്യമാണ്. അതുപോലെ അതിന് ആവശ്യമായ മണ്ണ് എന്ന് പറയുന്നത്
കറുത്ത എക്കൽ മണ്ണാണ്. അപ്പോൾ കറുത്ത എക്കൽ മണ്ണ് 20-30 ഡിഗ്രി സെൽഷ്യസ് താപനില, ചെറിയ വാർഷിക വർഷപാതം, മഞ്ഞു വീഴ്ചയില്ലാത്ത വാർഷിക വർഷപാതം എന്നിവയാണ് പരുത്തിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഒരു പരുത്തി കൃഷി പാകമാവാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചാൽ 6 മുതൽ 8 മാസം വരെയാണ് എടുക്കുക. അപ്പോൾ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ പാകമാവാൻ ആവശ്യമായ സമയം എന്ന് പറയുന്നത് എന്താണ്? 6 മുതൽ 8 മാസം വരെയാണ്. നമ്മുടെ ലോകത്തിൽ എല്ലാവരും എന്തുപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? പരുത്തി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ പരുത്തിയെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്നാണ് വിളിക്കുന്നത്. യൂണിവേഴ്സൽ ഫൈബർ. എന്തുകൊണ്ട്? പരുത്തി എല്ലാവരും ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പരുത്തി കൃഷി എവിടെ നിന്നുള്ളതാണ്? ഇന്ത്യയിൽ നിന്നുള്ളതാണ്. ഇന്ത്യയാണ് പരുത്തിയുടെ ഭവനം എന്നറിയപ്പെടുന്നത് എന്ന് പറഞ്ഞു. ആ ഇന്ത്യ തന്നെയാണ് പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളതും. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ്? ഇന്ത്യ തന്നെയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായവും പരുത്തി തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ അത് പരുത്തി വ്യവസായമാണ്. നമ്മുടെ ഇന്ത്യയിൽ വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിച്ചത് 1854 മുംബൈയിലാണ്. എവിടെയാണ്? 1854 വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിച്ചത് മുംബൈയിലാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യ പരുത്തി മില്ല് സ്ഥാപിതമായത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഫോർട്ട് ഗ്ലോസ്റ്ററിലാണ്. കൊൽക്കത്തയിലാണ് ആദ്യത്തെ പരുത്തി മിൽ സ്ഥാപിതമായത്. അത് 1818ലാണ്. 1818ലാണ് കൊൽക്കത്തയിൽ ഫോർട്ട് ഗ്ലോസ്റ്റർ എന്നവിടെ ആദ്യ പരുത്തി മിൽ സ്ഥാപിതമായത്. എന്നാൽ വൻതോതിൽ ഉൽപാദനം ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. അത് 1854ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മുംബൈയെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നാണ് അറിയപ്പെടുന്നത്. മുംബൈ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അറിയപ്പെടാൻ കാരണമായത്? മുംബൈ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ കാരണം എന്ന് ചോദിച്ചാൽ ആ മുംബൈയുടെ അടുത്ത് തന്നെ എന്തുണ്ട്? അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യതയുണ്ട്. ഈ പരുത്തി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യതയുണ്ട്. കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത. പിന്നെ നമുക്കറിയാലോ, നമ്മൾ മുംബൈ തുറമുഖത്തിനെ കുറിച്ച്, നവാഷവ തുറമുഖത്തെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ തുറമുഖങ്ങൾ പറയുമ്പോൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു മുംബൈ തുറമുഖത്തിനെ കുറിച്ചിട്ട് അല്ലേ? അപ്പോൾ മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റുമതി സാധ്യതകൾ, അതുപോലെ ശുദ്ധജല ലഭ്യത, മനുഷ്യ വിഭവ ലഭ്യത എന്നിവയൊക്കെയാണ് ഈ മുംബൈ പ്രധാന പരുത്തിത്തുണി വ്യവസായ കേന്ദ്രമായി മാറാനുള്ള കാരണം. ഇനി പരുത്തി ഉൽപാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിങ്ങനെയാണ്. ആരെയാണ്? മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവയാണ് പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പരുത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പഠിച്ചു? യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നതാണ് പരുത്തി. പരുത്തിയുടെ ജന്മഗൃഹം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത്. പരുത്തിക്ക് വേണ്ട മണ്ണിനം എന്ന് പറയുന്നത് കറുത്ത എക്കൽ മണ്ണാണ്. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് താപനില അതിന് ആവശ്യമാണ്. ചെറിയ വാർഷിക വർഷപാതം അതിന് ആവശ്യമാണ്. അതുപോലെ മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാ കാലഘട്ടം അതിനാവശ്യമാണ്. 6 മുതൽ 8 മാസം വരെയാണ് അതിൻ്റെ പരുത്തി പാകമാവാൻ ആവശ്യമായത്. വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് 6 മുതൽ 8 മാസം വരെയാണ്. പരുത്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖാരിഫ് വിളയാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മുംബൈയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? മുംബൈയെക്കുറിച്ചിട്ട് എന്താ പറഞ്ഞത്? മുംബൈയാണ് ഇന്ത്യയുടെ കോട്ടണോപോളിസ് എന്നറിയപ്പെടുന്നത്. പരുത്തി കൃഷി വൻതോതിൽ ഉൽപാദനം ആരംഭിച്ചത് മുംബൈയിലാണ്. 1854ലാണ്. എന്തുകൊണ്ടാണ് മുംബൈ കോട്ടണോപോളിസ് അല്ലെങ്കിൽ പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ കാരണമെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ മുംബൈ തുറമുഖം, രണ്ടാമത്തെ ജലസേചനം, മൂന്നാമത്തെ ശുദ്ധജല ലഭ്യത, മനുഷ്യ ലഭ്യത. അതുപോലെ മുംബൈയുടെ തൊട്ട് നിന്ന് തന്നെ എന്ത് കിട്ടുന്നുണ്ട്? അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നുണ്ട്. പരുത്തി ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര തന്നെയാണ്. പിന്നെ ഗുജറാത്ത്, മധ്യപ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവയാണ് എന്ത് എന്ന് പറയുന്നത്? ഈ പരുത്തി ഉൽപാദനം ഉള്ള സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ് പറയുന്നത്? അടുത്തത് ചണത്തിനെ കുറിച്ചിട്ടാണ് അല്ലേ? ചണം, ജ്യൂട്ട്.
ചണച്ചെടികളിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത്. ഒരു പ്രകൃതിദത്ത നാരാണ് ചണം. ലോകത്തെ ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലപുഷ്ടമായ ഗംഗാ തീരത്താണ്. വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളം ചണം കൊണ്ടുപോയിരുന്നു. അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ചണത്തെ കുറിച്ചിട്ടാണ്. നമ്മൾ പരുത്തിയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ചണം എങ്ങനെ അറിയപ്പെടുന്നത്? സുവർണ നാര് അല്ലെങ്കിൽ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ്? അത് ചണമാണ്. അതിന്റെ കളർ നോക്കിയിട്ട് നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ സുവർണ നാര്, ഗോൾഡൻ ഫൈബർ എന്നെല്ലാം അറിയപ്പെടുന്നത് എന്താണ്? അത് ചണമാണ്. ഇനി ഈ ചണം കൃഷിക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യം അതിന് വേണം. ചൂടും വേണം, അതുപോലെ ഈർപ്പവുമുള്ള സാഹചര്യം വേണം. ഉയർന്ന താപനില വേണം. 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ വേണം. നീർവാർച്ചയുള്ള എക്കൽ മണ്ണ് വേണം. എങ്ങനത്തെ മണ്ണാണ് വേണ്ടത്? എങ്ങനത്തെ എക്കൽ മണ്ണാണ് വേണ്ടത്? നേരത്തെ നമ്മൾ കറുത്ത എക്കൽ മണ്ണ് എന്ന് പറഞ്ഞു അല്ലേ പരുത്തിക്ക്. ചണത്തിന് എങ്ങനത്തെ വേണ്ടത്? നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് വേണ്ടത്. ഒന്നുകൂടെ പറയാം. ചൂടും ഈർപ്പവുമുള്ള സാഹചര്യം, ഉയർന്ന താപനില, 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ എന്നിവയാണ് എന്തിനു വേണ്ടത്? ചണത്തിന് വേണ്ടത്. ഈ ചണം ഏറ്റവും നന്നായി വളരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും മണ്ണ് പുതുക്കുന്ന വെള്ളപ്പൊക്ക സമതലങ്ങളിലാണ്. നല്ല നീർവാർച്ചയുള്ള ഫലപുഷ്ടമായ മണ്ണിലാണ് നന്നായിട്ട് എന്ത് വളരുന്നത്? ചണം വളരുന്നത്. ഇനി ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാൾ, ബീഹാർ, ആസാം, ഒഡീഷ, മേഘാലയ. നമ്മൾ നേരത്തെ പറഞ്ഞത് പടിഞ്ഞാറൻ ഭാഗത്തു നിന്നാണ് അല്ലേ പരുത്തിയുടെ പറഞ്ഞത്. ഇത് നേരെ ഇപ്പുറത്തേക്ക് നോക്കുക കിഴക്ക് ഭാഗത്തു നിന്ന്. പശ്ചിമ ബംഗാൾ, ബീഹാർ, അസാം, ഒഡീസ, മേഘാലയ എന്നിവയൊക്കെയാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞു അല്ലെ, ഗംഗാ നദീതീരത്താണ് കൂടുതലായിട്ട് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന്. അപ്പോൾ ചണത്തിന്റെ പ്രധാന ഉൽപാദന മേഖല എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ്. ഏതാണ്? ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് ഇന്ത്യയിലെ ചണത്തിന്റെ പ്രധാന ഉൽപാദന മേഖല എന്ന് പറയുന്നത്. ഇനി ചണം ഉൽപാദനത്തിലും ഇന്ത്യക്ക് എന്താണുള്ളത്? 1ാം സ്ഥാനമുള്ളത്. അപ്പോൾ പരുത്തി ഉൽപാദനം, ചണം ഉൽപാദനം രണ്ടിലും എത്രാം സ്ഥാനമാണുള്ളത്? 1ാം സ്ഥാനമാണ് ഉള്ളത്. ഈ ചണത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ താരതമ്യേന അതിന് വില കുറഞ്ഞ നാരുവിളയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ചണനാരുകൾക്ക് വലിയ പ്രാധാന്യം, വ്യാപാരത്തിൽ വലിയ പ്രാധാന്യം ഉണ്ട്. നമ്മൾ ഈ ചണം എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? ചാക്കുകൾക്ക് വേണ്ടിയിട്ട്, കയറുകൾക്ക് വേണ്ടിയിട്ട്, നൂലുകൾക്ക് വേണ്ടിയിട്ട്, കാർപ്പറ്റുകൾ, മറ്റ് ശില്പങ്ങൾ എന്നിവയെല്ലാം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ട്? ചണം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചണത്തെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ വേഗത്തിൽ പറയാം. ചണം എന്ന് പറയുന്നത് എന്താണ്? സുവർണ നാര് എന്നറിയപ്പെടുന്നു, ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നു. ഇന്ത്യയാണ് 1ാം സ്ഥാനത്തുള്ളത്. ചണം ഉൽപാദനത്തിൽ 1ാം സ്ഥാനം ആർക്കാണ്? ഇന്ത്യക്കാണ്. ഇനി ചണം കൃഷിക്ക് അനുയോജ്യമായ ഘടകങ്ങൾ: 1 നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്, 150 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ, ഉയർന്ന താപനില, ചൂടും ഈർപ്പമുള്ള സാഹചര്യം. ഈ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ മണ്ണ് പുതുക്കുമല്ലോ, അതായത് പുതിയ മണ്ണ് വന്ന് അടിയൊക്കെ ചെയ്യുമല്ലേ, ആ സമതലങ്ങളിൽ നല്ല നീർവാർച്ചയുള്ള ഫലപുഷ്ടമായ മണ്ണിലാണ് നന്നായിട്ട് എന്ത് വളരുന്നത്? ചണം വളരുന്നത്. ഇനി ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. നേരെ കിഴക്കോട്ട് നോക്കാൻ പറഞ്ഞു അല്ലേ. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, മേഘാലയ എന്നിവയൊക്കെയാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. പ്രധാന ഉൽപാദന മേഖല എന്ന് പറയുന്നത് ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ഉൽപാദന മേഖല. നമ്മൾ ചാക്കുണ്ടാക്കാനും, കയറുണ്ടാക്കാനും, അതുപോലെ നൂലുണ്ടാക്കാനും, ശില്പങ്ങൾ ഉണ്ടാക്കാനും, കാർപ്പറ്റുകൾ, ചവിട്ടികൾ ഉണ്ടാക്കാനും ഒക്കെ എന്തുപയോഗിക്കുന്നുണ്ട്? ചണം ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വില കുറവായതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ചണം എന്ന് പറയുന്നത്. അടുത്തത് നീലം. ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടികളിൽ നിന്നുണ്ടായിരുന്ന ചായം ഉപയോഗിച്ചിരുന്നു. പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പം നീലം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാ, നമ്മുടെ ഇന്ത്യയിലെ കർഷകരെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? നിർബന്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അതുമായി ബന്ധപ്പെട്ട ഒരു കലാപം ഉണ്ടല്ലോ, നീലം കർഷക കലാപം. അപ്പോൾ നീലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട ഒരു കാര്യമാണ് തിൻകാത്തിയ സമ്പ്രദായം. എന്താണ് തിൻകാത്തിയ സമ്പ്രദായം എന്ന് പറയുന്നത്? അതായത്
കർഷകർ സ്വന്തം ഭൂമിയുടെ 3/20 ഭൂവുടമകൾക്കായി നീലം കൃഷി ചെയ്യണം എന്നതായിരുന്നു ആരുടെ വ്യവസ്ഥ ഉണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന വ്യവസ്ഥ. അതാണ് തിൻകദാതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. എന്താണ്? കർഷകർ സ്വന്തം ഭൂമിയുടെ 3/20 എന്ത് ചെയ്യണമായിരുന്നു? നീലം കൃഷി ചെയ്യണം എന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു. ഇതിനെതിരായിട്ടാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ നിയമലംഘന സമരമായ ചമ്പാരൻ സത്യാഗ്രഹം ആരംഭിച്ചത്. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തെ തുടർന്നിട്ട് എന്ത് ചെയ്തു? തീയ സമ്പ്രദായം നിർത്തലാക്കുകയുണ്ടായി. എന്നിട്ട് എന്ത് പറഞ്ഞു? ഈ സമ്പ്രദായം നിർത്തലാക്കുകയും കർഷകർക്ക് അവർ തിരഞ്ഞെടുക്കുന്ന ഏത് വിളയും വളർത്താമെന്നും അതിനുള്ള സ്വാതന്ത്ര്യവും കർഷകർക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു. അതാണ് 1917 ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഗാന്ധിജിയെ സമീപിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ പ്രാദേശിക നേതാവാണ് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്നത്. അദ്ദേഹം അതിനുവേണ്ടി 1916 ഗാന്ധിജിയെ കാണുകയും ചമ്പാരനിലെ കർഷകരുടെ യാതനകളെക്കുറിച്ച് അദ്ദേഹത്തോട് വിശദീകരിക്കുകയും ചെയ്തത്. അപ്പോൾ ഇന്ത്യയുടെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ്, അല്ലെങ്കിൽ ആദ്യത്തെ നിയമലംഘന സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യകാലങ്ങളിൽ എന്താണ്? നീല നിറത്തിലുള്ള ചായം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നീലം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ബ്രിട്ടീഷുകാർ നീലം കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ കൃഷിഭൂമിയുടെ 3/20 നീലം കൃഷി ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ അടിച്ചമർത്തിയിട്ടുണ്ടായിരുന്നു. അതിനെതിരായിട്ട് ഗാന്ധിജി ചെയ്ത, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ സമരം അല്ലെങ്കിൽ നിയമലംഘന സമരം എന്നെല്ലാം പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ഈ നീലം എവിടെ നിന്നാണ് കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, ചെടികളുണ്ടല്ലോ, നീലം ചെടികളുടെ ഇലകളിൽ നിന്നാണ് ഈ നീലം വേർതിരിച്ചെടുക്കുന്നത്. ഇതൊരു പയർ വർഗത്തിൽപ്പെട്ട ചെടിയായതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും? മണ്ണിൻ്റെ നൈട്രജൻ്റെ അളവ് കൂട്ടാൻ കൂടി സഹായിക്കുന്നതാണ് ഈ നീലം ചെടി എന്ന് പറയുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്തുണ്ട്? അപ്പോൾ നമ്മളിപ്പോൾ ഈ 3 വിളകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോകാം. നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട്. കണ്ണൂർ, അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം, തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നിവയാണ് പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. ശാസ്ത്ര പുരോഗതി വസ്ത്രനിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി. കേരളത്തിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ മേഖലയാണ് കൈത്തറി മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യന്ത്രത്തറി മേഖല, സ്പിന്നിങ് മേഖല എന്നിവയാണ്. നമ്മൾ പറഞ്ഞു തിരുവനന്തപുരത്തെ ബാലരാമപുരത്താണ് നെയ്ത്തുശാല സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞു അല്ലേ. എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്താണ് കൈത്തറി കേന്ദ്രങ്ങൾ പറഞ്ഞു. അത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തും കണ്ണൂരും അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ കൂത്താമ്പുള്ളി എന്നീ സ്ഥലങ്ങളിലുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൈത്തറി സഹകരണ സംഘങ്ങളുള്ളത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി ഏറ്റവും കുറവുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് വയനാട്ടിലാണ്. ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം, കുറവ് വയനാട്ടിൽ. കൈത്തറി സഹകരണ സംഘങ്ങളാണ് പറഞ്ഞത്. ഇനി കൈത്തറി ശാലകളുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൈത്തറി ശാലകളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് കണ്ണൂരാണ്. ഏതാണ്? കണ്ണൂരാണ്. ഈ കൈത്തറി എന്ന് പറയുന്ന കൈത്തറി വ്യവസായം എന്ന് പറയുന്നത് മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായമാണ് കൈത്തറി വ്യവസായം എന്ന് പറയുന്നത്. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കൈത്തറി വ്യവസായമാണ്. നമ്മുടെ കേരളത്തിലെ കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനാണ്. സംസ്ഥാന കൈത്തറി വികസന കോർപ്പറേഷനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സംസ്ഥാനത്തെ കൈത്തറി മേഖലയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് കൈത്തറി വ്യവസായശാലയിലെ അസംഘടിത പരമ്പരാഗത കൈത്തറി നെയ്ത്തുകാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കണ്ണൂർ ആസ്ഥാനമായിട്ട് 1968 രൂപം കൊണ്ടതാണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. എന്താണ് ഹാൻഡ് വീവ്? കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിൽ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി ബോർഡ് സ്ഥാപിതമായത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് 1957 കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രി സ്ഥാപിതമായത്. അതുപോലെ പ്രാഥമിക കൈത്തറി സംഘങ്ങളുടെ അപ്പെക്സ് സംഘമാണ് ഹാൻടെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻഡ് വീവ് എന്ന് പറയുന്നത് എന്താണ്? കണ്ണൂർ ആസ്ഥാനമായിട്ട് 1968
ഈ കൈത്തറി വ്യവസായത്തിലെ അസംഘടിത പരമ്പരാഗത നെയ്ത്തുകാരുടെ ഉന്നമനത്തിന് വേണ്ടി വന്നതാണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇനി പ്രാഥമിക കൈത്തറി സംഘങ്ങളുടെ അപ്പെക്സ് സംഘമാണ് ഹാൻടെക്സ് എന്ന് പറയുന്നത്. അപ്പെക്സ് സംഘമാണ് എന്ത് പറയുന്നത്? ഹാൻടെക്സ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോർപ്പറേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് രൂപം കൊണ്ടത് 1961 എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ അത് തിരുവനന്തപുരത്താണ്. ഈ ഹാൻടെക്സ് ആണ് ഈ അസംസ്കൃത വസ്തുക്കളുടെ സംഭരണം, പ്രോസസ്സിങ്, വിപണനം, ഗുണനിലവാരം, നൂലുകളുടെ പ്രോസസ്സിങ്, കയറ്റുമതിയിലൂടെയുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ബിസിനസ് എന്നിങ്ങനെയുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് ഈ ഹാൻടെക്സ് ആണ്. ഇനി ഈ കേരള കൈത്തറി തൊഴിലാളികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പദ്ധതികൾ പഠിച്ചപ്പോൾ എല്ലാത്തിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ കേരള കൈത്തറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തനിമ, കൃത്തിക എന്നിവ. തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തനിമ, കണ്ണൂരിലാണ് കൃത്തിക എന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി തുണിമില്ല് സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ 1884 കൊല്ലത്താണ് കേരളത്തിൽ ആദ്യമായി തുണിമില്ല് സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ബാലരാമപുരം, കൂത്താമ്പുള്ളി, അതുപോലെ കണ്ണൂരും പറഞ്ഞല്ലേ. കൂടാതെ എറണാകുളത്ത് ചേന്ദമംഗലവും പ്രധാന കൈത്തറി കേന്ദ്രങ്ങളിൽ പെടുന്നതാണ്. ഈ എറണാകുളത്ത് ചേന്ദമംഗലം കൈത്തറി 2018 പ്രളയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അതിജീവനത്തിനായുള്ള പ്രതീകമായിട്ട് നിർമ്മിച്ച പാവകളാണ് ചേക്കുട്ടി പാവകൾ എന്നറിയപ്പെടുന്നത്. എന്താണ് ചേക്കുട്ടി പാവകൾ? 2018 പ്രളയത്തിൽ ഈ ചേന്ദമംഗലം കൈത്തറി ആ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ചേന്ദമംഗലം കൈത്തറിയുടെ അതിജീവനത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച പാവകളാണ് ചേക്കുട്ടി പാവകൾ എന്ന് പറയുന്നത്. കേരളത്തിലെ റയോൺ ഉൽപാദനം നടത്തിയിരുന്ന സ്വകാര്യ മേഖലാ സ്ഥാപനമാണ് കോഴിക്കോടുള്ള മാവൂർ ഗോളിയോർ റയോൺസ് എന്ന് പറയുന്നത്. മാവൂർ ഗോളിയോർ റയോൺസ് എന്ന് പറയുന്നത്. ഇനി ട്രാവൻകൂർ റയോൺ ഫാക്ടറി എവിടെയാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ പെരുമ്പാവൂരിലാണ്. 1945 അത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ദേശീയ കൈത്തറി ദിനം എന്നറിയപ്പെടുന്ന ഏതാണ്? ഓഗസ്റ്റ് 7 ഇത് ശ്രീ നരേന്ദ്രമോദി 2015 പ്രഖ്യാപിച്ചത്. ഓഗസ്റ്റ് 7 എന്തായി മാറിയത്? ദേശീയ കൈത്തറി ദിനമായി ആഘോഷിക്കുന്നു എന്ന്. കേന്ദ്ര സർക്കാർ മികച്ച നെയ്ത്തുകാരന് നൽകുന്ന പുരസ്കാരമാണ് സത് കബീർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കൈത്തറിയുടെ ഉൽപാദനങ്ങളുടെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഉപയോഗിക്കുന്ന മുദ്രയാണ് ഹാൻഡ്ലൂം മുദ്ര എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് ടെക്സ്റ്റൈൽ മില്ലുകൾ സ്ഥാപിച്ച് നടപ്പിലാക്കുക എന്ന ഉദ്ദേശത്തോടെ 1972 നിലവിൽ വന്ന കേരള സർക്കാർ സംരംഭമാണ് കേരള സംസ്ഥാന ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഈ ടെക്സ്റ്റൈൽസിലും യൂണിറ്റുകളിലുമുള്ള നൂല്, പഞ്ഞി, തുണിത്തരങ്ങൾ മുതലായവയുടെ ഗുണനിലവാര പരിശോധന നടത്തുന്ന സ്ഥാപനമാണ് CARDT, അതായത് സെന്റർ ഫോർ അപ്ലൈഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്നത്. 1992 രൂപം കൊണ്ട കേരളത്തിലെ സഹകരണ മേഖലയിലെ ടെക്സ്റ്റൈൽ യൂണിറ്റുകളുടെ സ്ഥാപനം, മാനേജ്മെന്റ് എന്നിവയിൽ സഹായിക്കുകയും മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ് കേരള സംസ്ഥാന ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ്, ടെക്സ്ഫെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഖാദി വ്യവസായം ഖാദി വ്യവസായത്തിൻ്റെ ഉൽപാദനം, വിതരണം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭാരത സർക്കാർ സ്ഥാപനമാണ് ഖാദി ഗ്രാമീണ വ്യവസായ കമ്മീഷൻ എന്ന് പറയുന്നത്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ എന്ന് പറയുന്നത്. ഇനി കേരള ഖാദി വ്യവസായത്തെ വികസിപ്പിച്ച് പരിപോഷിപ്പിക്കാനുള്ള ഉദ്ദേശിച്ച് രൂപീകരിച്ച സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് 1957 അപ്പോൾ കേന്ദ്രം ഏതാണ്? ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ. ഇനി കേരളം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ഏതാണ്? കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ട് ഈ 3 വിളകളെക്കുറിച്ച് പറയാനുള്ള ക്ലാസ്സാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ചാപ്റ്ററിൽ ഇനിയും കുറച്ചുകൂടെ പഠിക്കാറുണ്ട്, കുറച്ചുകൂടെയല്ല അത്യാവശ്യം പഠിക്കാനുണ്ട്. ഓക്കെ, നമ്മൾ അത് അടുത്ത ക്ലാസ്സുമായിട്ട് അത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിച്ചു പോകുമ്പോഴും അതിൽ പറയുന്ന ഒരു കാര്യം വെറുതെ വായിച്ചു വിടാറുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ ക്ലാസ്സുമായിട്ട് നമ്മൾ വരുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലത്തെ ഓരോ ബോക്സിലും അവർ ഏതാണോ ഉദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി വരുന്നത് വരെ ഓക്കെ, ബൈ.